ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്? ഷീ എന്നുള്ള സബ്ജക്ട് സിംഗുലർ ആയത് കൊണ്ടാണ് ഹാസ് വന്നത് അല്ലേ? ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബാണ് വരില്ലേ? ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ യു ഹാവ് കുക്ക്ഡ് ബിരിയാണി എന്നാണ് വന്നത്. യു എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഹാവ് വന്നു. ഷീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാസ് വന്നു. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ നെഗറ്റീവ് ആക്കുക? ഹാസിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. ഷീ ഹാസ് നോട്ട് കുക്ക്ഡ് ബിരിയാണി. ഈ ഹാസ് നോട്ടിനെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഹാസിൻഡ് എന്ന് എഴുതാം അല്ലേ? ഷീ ഹാസിൻഡ് കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഷീ ഹാസിൻഡ് കുക്ക്ഡ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നെഗറ്റീവ് ആക്കി എന്നുള്ളതാണ്. ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാസിൻഡിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുന്നു. ഹാസിൻഡ് ഷീ കുക്ക്ഡ് ബിരിയാണി. ഹാസിൻഡ് ഷീ കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ? അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ എന്നുള്ള ഒരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഹാസൻ ഷീ കുക്ക്ഡ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ?